എന്നുള്ളതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ മൈക്ക് ഓഫ് ചെയ്തും സംസാരിക്കാനുള്ള അവകാശമൊക്കെ നിഷേധിച്ചുകൊണ്ട് ഇതാണ് ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം എന്ന രീതിയിൽ അടിച്ചേൽപ്പിച്ചതിൽ നിന്ന് ഇന്ന് ജനാധിപത്യം എന്താണെന്ന് നമുക്ക് കൗൺസിൽ ഹാളിൽ കഴിഞ്ഞ ഡിസംബർ 26-ന് ശേഷം കാണാൻ കഴിഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ട മേയർക്ക് ഇവിടുത്തെ തിരുവനന്തപുരം നഗരസഭയിലെ ജനാധിപത്യ വിശ്വാസികൾക്കും ഒരു നല്ല അഭിനന്ദനം. സർ, ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഒന്ന്, കഴിഞ്ഞ കാലങ്ങളിൽ ഈ പദ്ധതി രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത ആൾക്കാർ പറയുകയാണ് ഈ പ്രോജക്റ്റ് നമ്പർ എവിടെ പോയി, അല്ലെങ്കിൽ കൃഷിയുടെ ഒന്ന് പറഞ്ഞ് ചേന കഴിഞ്ഞിട്ട് ചേമ്പ് പറഞ്ഞില്ല, ചേമ്പിന് മുമ്പായിട്ട് വീട് പറഞ്ഞു, വീട് കഴിഞ്ഞിട്ട് റോഡ് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് വാഴ പറഞ്ഞു. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളൊക്കെ നേതൃത്വം കൊടുത്തിരുന്നതാണ്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്നാണ് ഇത് പറഞ്ഞു എന്ന് പറയുമ്പോൾ വഞ്ചിയൂർ കൗൺസിലർ ശ്രീ ശങ്കരൻകുട്ടി നായരുടെ വാക്കുകൾ നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടതാണ്. കാരണം ഇത് ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാർ രേഖപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്പറിട്ട് വരുന്നതല്ലേ. ആ ക്രമം നമ്മളാണോ നിശ്ചയിക്കുന്നത്? ആ ക്രമ നമ്പർ സഹിതം ഒന്ന് ഇട്ടതാണോ തെറ്റ്? ഇനി വാഴയും ചേമ്പും ചേനയും ഒരുമിച്ചാക്കി ക്രമ നമ്പറുകൾ പലയിടത്തായിട്ട് കിടന്നിരുന്നുവെങ്കിൽ നിങ്ങൾ അതായിരിക്കില്ലേ വിമർശിക്കുന്നത്? നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതിൽ ക്രമ നമ്പറുകൾ എഴുതി ചേർത്ത് ഒരു പ്രോജക്റ്റ് എൻട്രി നടത്തി ഇതിൻ്റെ എല്ലാ വശങ്ങളും അറിയാവുന്ന മുൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തന്നെ എഴുന്നേറ്റ് നിന്ന് ആദ്യം ഒരു കൗൺസിലിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അഞ്ജനം എന്നത് എനിക്കറിയാം, മഞ്ഞൾ പോലെ വെളുത്തിരിക്കും, എല്ലാം അറിയാം, ഇതാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാനിത് വിമർശിക്കുന്നത് രാഷ്ട്രീയ എല്ലാവർക്കും ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കാട്ടായിക്കുളം കൗൺസിലർ പറഞ്ഞു കാട്ടായിക്കുളം വാർഡിലെ പദ്ധതികളൊന്നും ഇല്ലാന്ന്. ഇതിലെ പ്രോജക്റ്റ് നമ്പർ 687, 692, 694 3 പദ്ധതികൾ കാട്ടായിക്കുളം വാർഡിനെ കുറിച്ചിട്ടാണ്. ഇത് അവിടെ തന്ന ലിസ്റ്റിലുണ്ട്. പിന്നെ ഇത് മാതൃകാ പെരുമാറ്റച്ചട്ടം വരുന്നത് നമ്മളാരെങ്കിലും നിശ്ചയിക്കുന്നതാണോ? അതിനു മുമ്പ് ഇത് നടപ്പിലാക്കാൻ സമയബന്ധിതമായി പ്രവർത്തിക്കുക എന്നുള്ളതല്ലേ നമ്മൾ 101 കൗൺസിലർമാരുടെയും ഒരു കർത്തവ്യബോധം. അതിന് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി ചിലപ്പോൾ വളരെ പെട്ടെന്ന് അർജന്റ് കൗൺസിൽ വിളിക്കേണ്ടി വരും, ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് ചടുലമായിട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ വിളിക്കേണ്ടി വരും, അതിൽ നിന്ന് കിട്ടുന്നത് വളരെ പെട്ടെന്ന് തന്നെ എൻട്രി നടത്തി കൗൺസിലിലേക്ക് വിടേണ്ടി വരും. ഇതൊക്കെ മാതൃകാ പെരുമാറ്റച്ചട്ടം കാരണം നമ്മുടെ പദ്ധതികൾ താമസിക്കാതിരിക്കാനുള്ള മുൻകരുതലല്ലേ. പിന്നെ ഇവിടെ ചോദിച്ചു ഭവന പദ്ധതി എവിടെയെന്ന്. ആ ക്രമ നമ്പറുകൾ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ തിമിരം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഏറ്റവും അവസാനത്തെ പേജിൽ നഗരസഭാ ഭവന പദ്ധതി ജനറലിനും SC-ക്കും ട്രാൻസ്ജെൻഡേഴ്സിനും പ്രത്യേകമായി തന്നെ പരാമർശനം നടത്തിയിട്ടില്ലേ? 843, 844, 844, 845, 846 കാണാത്തതാണോ? നിങ്ങളുടെയൊക്കെ കയ്യിലേക്ക് ഇന്നലെ കിട്ടി, പ്രധാനപ്പെട്ട കക്ഷി നേതാക്കളുടെ കയ്യിലേക്ക്. അതിൽ കൂട്ടിച്ചേർത്തത് ഉൾപ്പെടെ ഇന്ന് തന്നതല്ലേ. അപ്പോൾ വിമർശനത്തിന് വേണ്ടിയിട്ട് പിന്നെ ഈ പരിപാടി അറിയിച്ചില്ല എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളതല്ലേ. ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ, നികുതി അപ്പീൽകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉൾപ്പെടെ പങ്കെടുത്തതല്ലേ തിങ്കളാഴ്ച രാവിലെ മേയറുടെ ചേംബറിൽ നടന്ന ചെയർപേഴ്സൺമാരുടെ യോഗം. അപ്പോൾ ആ യോഗത്തിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നതല്ലേ. ഇനി ഒന്നും വേണ്ട, കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:40 തിരുവനന്തപുരം നഗരസഭയുടെ ഒരു ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പില്ലേ, നഗരസഭയുടെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിൽ അഭിപ്രായം എല്ലാവർക്കും പറയാം. ദീപക്കിന് മാത്രമല്ല, വഞ്ചിയൂർ ശങ്കരൻകുട്ടി നായർക്ക് മാത്രമല്ല, അഭിപ്രായം, എനിക്കുണ്ട് അഭിപ്രായം. അല്ല, മറുപടി ഞാൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയട്ടെ. താങ്കൾ അതിന് മറുപടിയായിട്ട് കാണണ്ട, അദ്ദേഹത്തിന്റെ അഭിപ്രായമായിട്ട് കണ്ടാൽ മതി. സർ, കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:40 ഓരോരുത്തരും തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയട്ടെ. ഒരു അറിയിപ്പുണ്ട്. താങ്കൾ ഉൾപ്പെടെ പല കാര്യങ്ങളും പറഞ്ഞല്ലോ, ഞങ്ങൾ ഒന്നിലും ഇടപെട്ടില്ലല്ലോ. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയട്ടെ. അത് കഴിഞ്ഞിട്ട് അങ്ങേക്ക് മൈക്ക് തരാം. ഒരാൾ ഇന്നതേ പറയാവുള്ളൂ എന്നുള്ള തിട്ടൂരൊന്നും പുറപ്പെടുവിക്കാൻ ബുദ്ധിമുട്ടാണത്. അങ്ങേക്ക് അത് കഴിഞ്ഞ് മറുപടി പറയാൻ മൈക്ക് തരാം. അങ്ങയ്ക്ക് വളരെ ഷാർപ്പായിട്ടുള്ള മറുപടി ഒരാൾ ആവശ്യമുള്ള സമയവും തരാം, മൈക്കും തരാം. അദ്ദേഹം പറഞ്ഞോട്ടെ. സാർ, കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:40 തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിലിട്ട അറിയിപ്പ് ഞാൻ വായിക്കുകയാണ്. തിരുവനന്തപുരം നഗരസഭ പ്രഖ്യാപിച്ച പുതിയ ഭവന പദ്ധതി PMBY ഉൾപ്പെടേണ്ട ഗുണഭോക്താക്കളുടെ സംഗമം
2026 മാർച്ച് മാസം 5-ാം തീയതി രാവിലെ 10 മണിക്ക് കിഴക്കേക്കോട്ട EK നയനാർ പാർക്കിൽ വെച്ച് നടത്തുന്നു. എല്ലാ കൗൺസിലർമാരും പ്രസ്തുത പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് താല്പര്യപ്പെടുന്നു. പഴയ വാർഡ് അടിസ്ഥാനത്തിലുള്ള ഗുണഭോക്താക്കളുടെ ലിസ്റ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ആയത് PMAY സെക്ഷനിൽ നിന്ന് ലഭ്യമാണ്. ഇനി തിങ്കളാഴ്ച എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും കൊടുത്തു. പുതുതായി രൂപീകരിക്കപ്പെട്ട നികുതി അപ്പീൽക്കാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടെ കൊടുത്തു. ആ കമ്മിറ്റികളിൽ നിന്ന് ഏതൊക്കെ കൗൺസിലർമാർ ആ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് കൈപ്പറ്റിയിട്ടുണ്ടെന്ന് സ്വയം ഒരു വിമർശനം ഒന്ന് നടത്തി നോക്കണം. ഞാനിത് പറയുന്നത് ഒഫീഷ്യലി ഇതാ വാട്സപ്പ് ഗ്രൂപ്പിൽ കിടക്കുന്നത് മേയറുടെ അറിയിപ്പാണ്. മേയറുടെ ലെറ്റർ പാഡിൽ നിങ്ങളുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള അറിയിപ്പാണ്. ഹരിച്ചേട്ടൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങളൊന്ന് പറയുന്നത് കേൾക്കണം. അത് കഴിഞ്ഞിട്ട് തിരിച്ചു പറയണം. അല്ല, ഹരിച്ചേട്ടന് ഉൾപ്പെടെയുള്ള രേഖപ്പെടുത്തണം. ഞാൻ ഇവിടെ ക്ഷമയോടുകൂടി ഇപ്പോ ഒരംഗങ്ങളും ഒരു ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള ഗിരിമറന്ന് വെയിറ്റ് ചെയ്യും. ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള നിശ്ചിതമായ കൗൺസിൽ യോഗങ്ങളിലൊഴികെ മറ്റ് യോഗങ്ങളിലൊക്കെ തന്നെ അംഗങ്ങൾക്ക് പറയാനുള്ള അവസരം കൊടുക്കണമെന്നുള്ളതാണ് മേയർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ നിലപാട്. പിന്നെ ഒരാളും ഇന്ന സംസാരിക്കരുത് എന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ചർച്ചയ്ക്ക് ചിലപ്പോൾ ആശ്വാസകരമായിരിക്കും, അല്ലെങ്കിൽ പിന്നീട് അങ്ങനെ പോയി കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് ആക്കേണ്ടി വരും. അതിനേക്കാൾ അവരവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ പാർലമെൻ്ററി രംഗത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് പറയേണ്ട രീതിയിൽ പറയുക എന്നുള്ളതാണ്. അല്ല, അത് കഴിഞ്ഞ് മൈക്ക് തരാം. അരുൺ അത് കഴിഞ്ഞ് ഇനി ഇപ്പോൾ വിയോജിപ്പുള്ളവർക്ക് സംസാരിക്കാനുള്ള അവസരമൊന്നും ഒരിക്കലും നിഷേധിക്കും. ദീപ് സംസാരിച്ചോടുകൂടി ഇനി വേറെ ആരും ആ ഭാഗത്ത് സംസാരിക്കരുതെന്നും പറയുന്നില്ല. ശ്രീ വഞ്ചിയൂർ ബാബു, അരുണൊക്കെ തന്നെ അഭിപ്രായമുണ്ട്, മൈക്ക് തരാം, സംസാരിക്കാം. അദ്ദേഹം പറയട്ടെ, കണ്ടിന്യൂ ചെയ്യൂ ഗിരികുമാർ. സാർ, ഇത്തരത്തിൽ ഈ പദ്ധതിയെക്കുറിച്ച് കൃത്യമായ അറിയിപ്പ് നേരത്തെ എല്ലാ കൗൺസിലർമാർക്കും ഉണ്ടായിരുന്നു. പിന്നെ അറിഞ്ഞില്ല എന്ന് ഭാവിക്കുന്നവർക്ക് നമ്മളൊരു തമാശയ്ക്ക് പറയാറുണ്ട്, ഉറങ്ങുന്നവനെ വിളിച്ചുണർത്താം, ഉറക്കം നടിക്കുന്ന ആളിനെ ഒരിക്കലും വിളിച്ചുണർത്താൻ പറ്റില്ല. കാര്യം അവൻ ആ ഉറക്കം നടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും സാർ. അതുകൊണ്ട് ഇത് വീണ്ടും ആവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കും സാർ. എന്തായാലും ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നത്, PMAYയുടെ ലോഗോ എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടു. നിങ്ങൾ ആർക്കെങ്കിലും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്ന 49 കൗൺസിലർമാരെ ഒരുപോലെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റും പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വയ്ക്കണം എന്നുള്ളൊരു നിർദ്ദേശം PMAY വീടുകൾക്ക് തന്നിട്ടുള്ളതായിട്ട് ഒരാളെങ്കിലും വിനീതമായി അപേക്ഷിക്കുകയാണ്. നിങ്ങൾ കാണിച്ചു തന്നാൽ നിങ്ങൾ പറയുന്ന ജോലി ഞാൻ ചെയ്യാം. ഒരു PMAY ലോഗോ പറഞ്ഞതിന്റെ പേരിലാണ്. ആ ലോഗോ കഴിഞ്ഞ ബഡ്ജറ്റ് കൗൺസിലിൽ ഞാനിവിടെ ഉയർത്തി കാണിച്ച് സ്ത്രീ ശാക്തീകരണത്തിനെ അർത്ഥവത്താക്കിക്കൊണ്ടുള്ള ഒരു ലോഗോ മാത്രമാണ് പറഞ്ഞത്. ഇവിടെ EMS ഭവന പദ്ധതി, ഞാൻ അന്ന് ആവർത്തിച്ച കാര്യം വീണ്ടും പറയുകയാണ്, EMS ഭവന പദ്ധതി നടപ്പിലാക്കിയപ്പോൾ എല്ലാ വീടിന്റെ ഫ്രണ്ടിലെ EMS ഭവന പദ്ധതി എന്ന് വച്ച് ആ വാർഡിന്റെ നമ്പർ ഉൾപ്പെടെ ഇടിയിപ്പിച്ചിട്ടല്ലേ നിങ്ങൾ ഗഡുക്കൾ കൊടുത്തത്? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ പരിപാടി നടത്തിയ ആൾക്കാരാണ് ഇന്ന് പറയുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെച്ചോന്ന്. എന്തിനാണ്? അദ്ദേഹം ഇതിനു വേണ്ടി 1 രൂപയെങ്കിലും തരുന്നുണ്ടോ? ഇനി തന്ന പരിപാടിക്ക് നിങ്ങൾ വെച്ച ഒരു ചരിത്രം കാണിച്ചു തരാൻ പറ്റുമോ? സ്മാർട്ട് സിറ്റി ആരുടെ പദ്ധതി? കേന്ദ്ര സർക്കാരിന്റെ. നിങ്ങൾ സ്മാർട്ട് സിറ്റി ഉദ്ഘാടനം നടത്തിയോ? പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ചോ? PMAY വീട് നിങ്ങൾ പറഞ്ഞില്ലേ? PMAY വീടിന് 10,000-കണക്കിന് ഗുണഭോക്താക്കളെ നിങ്ങൾ വളരെ അഭിമാനത്തോടു കൂടി പറയുമ്പോൾ ഏതെങ്കിലും ഒരു പരിപാടിയിൽ ഇത് കേന്ദ്ര സർക്കാർ പദ്ധതിയാണെന്ന് പറയാൻ പോലും തയ്യാറായില്ല. പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നോ? ഫോട്ടോ നഗരവികസനകാര്യ മന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നോ? ഇവിടെ MP രാജേഷിന് തുല്യമാണല്ലോ കേന്ദ്രത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് അല്ലെങ്കിലും നഗരകാര്യ വികസന മന്ത്രിയല്ലേ? അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച ഒരു ചരിത്രം ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഇടതുപക്ഷത്തിന്റെ കൗൺസിലർമാർക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമോ? PM സ്വനിധി ഇവിടെ നടത്തി 1 രൂപ, ഒരു കാര്യം പോലും ഇല്ല. നിങ്ങൾ വളരെ വാശിയോടുകൂടി, നമ്മൾ അന്നത്തെ ഒരു ഭരണകക്ഷിയിലുണ്ടായിരുന്ന ഒരാളോട് ചോദിച്ചാൽ ഇത് പ്രധാനമന്ത്രി സ്വനിധി എന്നല്ലേ അതിന്റെ ഫുൾ നെയിം, അതൊന്നും ഇങ്ങനെ പറ്റുകയുള്ളൂ എന്ന് ഒരു ഭൂരിപക്ഷത്തിന്റെ വാക്കുകളാണ് നമ്മൾ അന്ന് അവിടെ കേട്ടത്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുള്ള നിങ്ങൾ ഇന്നിപ്പോ നിങ്ങൾ ഈ പറയുന്നത് വാചാലരാകുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മാത്രമല്ല, ഇത് തിരുവനന്തപുരം നഗരസഭ പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതിയെ മാതൃകയാക്കിക്കൊണ്ട് നടത്തുന്ന പദ്ധതിയാണ്. സ്വാഭാവികമായിട്ട് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വരും, നഗരസഭയുടെ ഭരണാധികാരികളുടെ ചെയർപേഴ്സൺമാരുടെ എല്ലാവരുടെയും ഫോട്ടോ വരും. അതിനപ്പുറം എന്താണ്? കേരള സർക്കാർ ഇത് ഒപ്പിടാത്തതിന്റെ പേരിലല്ലേ നമുക്ക് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കേണ്ടി വന്നത്? കേരള സർക്കാർ ഉൾപ്പെടാൻ തയ്യാറായ പോരെ? ആ ലോഗോയിൽ എന്താണ് തെറ്റായിട്ടുള്ളത്? പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വയ്ക്കണമെന്ന് പറയുന്നത് തന്നെ നിങ്ങൾ നടത്തുന്ന കപട നാടകമല്ലേ? അങ്ങനെ കപടത കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജനങ്ങളെ കുറച്ചു കാലമൊക്കെ പറ്റിക്കാൻ കഴിഞ്ഞു. പക്ഷേ
കഴിഞ്ഞ ഡിസംബർ മുതൽ കാര്യം മാറി. ജനങ്ങളൊക്കെ കൃത്യമായി ചിന്തിച്ച് വോട്ട് ചെയ്തു തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ, ഐസ് ബോക്സിനെ കുറിച്ചിട്ടൊക്കെയുള്ള, തീരദേശത്തെ കുറിച്ചിട്ടുള്ള പദ്ധതികൾ ഇല്ലേ? 430, 432, 786 ഈ പദ്ധതികളെല്ലാം തീരദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികളല്ലേ? അതുപോലെ തന്നെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ 69, 70, 66 ക്രമ നമ്പറുകൾ നോക്കണം. ആ പദ്ധതികൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ മറ്റൊന്ന് ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യം, ആംബുലൻസ് കേടായി കിടക്കുന്നു. ബഹുമാനപ്പെട്ട തൈക്കാട് കൗൺസിലറുടെ ഒരു ആ ആത്മാർത്ഥതയെ നമ്മളൊന്നും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ഏകദേശം 2 വർഷമായിട്ട് ആ ശാന്തി കവാടം നേരിട്ട് നോക്കുന്നത് ഇവിടുത്തെ ഹെൽത്ത് കമ്മിറ്റി ആയിരുന്നു. അന്നത്തെ ഹെൽത്ത് കമ്മിറ്റി ചെയർപേഴ്സൺ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. അവിടെ ആംബുലൻസ് കേടായി കിടന്നിട്ട് 1 വർഷത്തിൽ കൂടുതലായി. ആ അന്നത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ത് ചെയ്യുമായിരുന്നു? ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇപ്പൊ അവിടെ വന്ന് സമരം നടത്തുകയാണ്. അവരുടെ കാലത്ത് അവർ നടത്താത്ത പ്രവർത്തനത്തിന് അവർ ഇന്ന് അവിടെ വന്ന് മൈക്കും കെട്ടി വെച്ച് അനൗൺസ് ചെയ്യുന്നു. എന്ത് വിരോധാഭാസമാണ്! നമ്മൾ 60 ദിവസം കഴിഞ്ഞ ഒരു ഭരണസമിതി കഴിഞ്ഞ ഈ 60 ദിവസത്തിനിടയിൽ 41 ലക്ഷത്തി ചില്ലുവാനം രൂപയുടെ അറ്റകുറ്റപ്പണികൾക്ക് ബഹുമാനപ്പെട്ട മേയർ മുൻകൂർ അനുമതി കൊടുത്തിട്ടുണ്ട്. അവിടെ ഗ്യാസിന്റെ കുടിശ്ശിക വരുത്തിയിരുന്നത് ആരായിരുന്നു? കഴിഞ്ഞ ഭരണസമിതി ഇറങ്ങി പോകുന്നതിന് മുമ്പ് ഇവിടെ കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയാണ്? ഇലക്ഷന്റെ റിസൾട്ട് വന്ന് 13-ാം തീയതി റിസൾട്ട് വന്നിട്ട് 21-ാം തീയതി അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പുള്ള ആ 7-8 ദിവസത്തിനിടയിൽ ഇവിടുത്തെ ഭരണസമിതി ഒപ്പിട്ട് പോയതെല്ലാം കുറെ ജീവനക്കാരുടെ ട്രാൻസ്ഫറുകളായിരുന്നു. ഇഷ്ടക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള ട്രാൻസ്ഫർ. അല്ല, ഒരു കുടിശ്ശികയും തീർക്കാൻ നിങ്ങളാരും തയ്യാറായില്ല. അന്നത്തെ ഭരണസമിതി അവർ ഒപ്പിട്ടതിന്റെ രേഖകളുണ്ട്. ഒപ്പിട്ടതൊക്കെ പല ജീവനക്കാരെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടുള്ള രേഖകൾ മാത്രമാണ് ഒപ്പിട്ടിട്ടുള്ളത്. ഒരു വികസന പ്രവർത്തനത്തിലുള്ള മുൻകൂർ അനുമതി ആ സമയത്ത് ആരും കൊടുത്തില്ല, ഭരണസമിതികളൊന്നും. പല മുൻകൂർ അനുമതികൾ കൊടുത്തതിന്റെ ഫണ്ട് ഇന്നത്തെ മേയറാണ് ഇഷ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ വോട്ട് പിടിച്ച പല കാര്യത്തിന്റെയും ഫണ്ടുകൾ ഇന്ന് മേയർ എന്ന നിലയിൽ അഡ്വക്കേറ്റ് വി രാജേഷനാണ് അത് ഒപ്പിട്ട് നൽകി മാറിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഏതെങ്കിലും രാഷ്ട്രീയ വിവേചനം കാണിച്ചോ? ആ മുൻകൂർ അന്ന് തന്നതാണ്, ഇന്നത്തെ മേയർ തരുന്നില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു വെച്ചോ? അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്ന ഒരു കാര്യത്തിൽ കൂടി ബഹുമാനപ്പെട്ട മേയറോട് ഞാൻ ആ കാര്യത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇവിടെ പറഞ്ഞു വാർഡുകൾക്ക് തുല്യമായിട്ട് തുക ലഭിക്കണമെന്ന്. ഇത് എത്രയോ വർഷമായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നത്. നമുക്കും അതിൽ അഭിപ്രായമുണ്ട്. ഇപ്പോൾ ഏറ്റവും ചെറിയ വാർഡാണ്, നഗരസഭയിലെ ഏറ്റവും ചെറിയ വാർഡാണ് പാങ്ങപ്പാറ, കേവലം 3 ബൂത്ത്. ആ പാങ്ങപ്പാറയ്ക്കും കിട്ടുന്ന 1 കോടി രൂപ. ഏറ്റവും വലിയ വാർഡായിട്ടുള്ള വലിയശാല, തിരുമല, അമ്പലമുക്ക്, ഇതുപോലെ ഏറ്റവും വലിയ വാർഡുകൾക്ക് കിട്ടുന്നത് 80 ലക്ഷം രൂപയാണ്. ഇത് ശാസ്ത്രീയമല്ല എന്ന് നമുക്ക് അഭിപ്രായമുണ്ട്. പക്ഷെ അത് ചെയ്യണമെങ്കിൽ അത് കൃത്യമായ ആസൂത്രണത്തോടു കൂടി ചെയ്യണം. എനിക്ക് നിർദ്ദേശമുണ്ട്. അത് ഓരോ വാർഡിന്റെ ഭൂവിസ്തൃതി എടുക്കണം. ആ ഭൂവിസ്തൃതി എടുത്തിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്യണം. ഓരോ കാറ്റഗറിക്കും എത്രത്തോളം രൂപ കൊടുക്കണമെന്നുള്ള കൃത്യമായ തീരുമാനം നമ്മൾ എല്ലാവരും കൂടി സംയുക്തമായിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കപ്പെടും. അപ്പോൾ ചില വാർഡുകൾക്ക് കിട്ടിയില്ല എന്ന് പറയുന്നത് തെറ്റല്ലേ? ഇവിടെ ഏതോ കോക്കസ് പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മളെ അപഹാസ്യരാക്കുന്നത്. അല്ലാതെ ഇവിടെ സ്വന്തമായ ഒരു ഭവന പദ്ധതി നഗരസഭ ആവിഷ്കരിച്ചുകൊണ്ട് 23 മുതൽ വസ്തു ലഭിച്ചവരെ ഇത്രയും കാലം ഈ പെരുവഴിയിൽ ഇറക്കി നിർത്തി നിങ്ങൾക്ക് വീട് തരുമോ, തരാൻ സാധിക്കില്ലയോ എന്ന് പോലും ഉറപ്പ് കൊടുക്കാതെ അക്ഷരാർത്ഥത്തിൽ ജനങ്ങളെ നട്ടം തിരിച്ച സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയ്ക്കെതിരെ ഒരു നഗരസഭയോ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമോ ഇത്തരത്തിലൊരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് CSR ഫണ്ട് കൊണ്ടുവരേണ്ട മാർഗത്തിൽ കൂടെ തന്നെ കൊണ്ടുവരും. അങ്ങനെ ചെയ്യാൻ തയ്യാറുള്ള ഭരണസമിതിയെ നിങ്ങൾ പിന്തുണയ്ക്കുകയല്ലേ വേണ്ടത്. പിന്നെ അങ്ങ് പറഞ്ഞു അദ്ദേഹത്തിന് കിട്ടിയില്ല, അറിയിപ്പ് കിട്ടിയില്ല എന്ന്. പക്ഷെ അദ്ദേഹം തന്നെ ആ നോട്ടീസ് എടുത്ത് ഉയർത്തി കാണിച്ചുകൊണ്ടാണ് പറയുന്നത് എനിക്ക് അറിയിപ്പ് കിട്ടിയില്ല എന്ന്. അപ്പൊ പിന്നെ നോട്ടീസ് എങ്ങനെ കിട്ടി? അപ്പൊ നോട്ടീസെങ്കിലും കിട്ടിക്കാണൂലേ? നോട്ടീസെങ്കിലും എന്തായാലും ആർക്കായാലും കിട്ടിക്കാണൂലേ? ഈ നോട്ടീസൊക്കെ കൃത്യമായി എത്തേണ്ട സ്ഥലത്ത് കൃത്യസമയത്ത് എത്തിയിട്ടുണ്ട്, അറിയിപ്പും കിട്ടിയിട്ടുണ്ട്. ഇത് എല്ലാവരും കൃത്യമായി അറിഞ്ഞതാണ്. പക്ഷേ ഉറക്കം നടിക്കുന്നവനെ വിളിച്ചുണർത്താൻ കഴിയില്ല എന്നുള്ള സത്യം വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കാര്യങ്ങളിൽ ഈ പദ്ധതികളെല്ലാം തന്നെ കൃത്യമായ ആസൂത്രണത്തിന്റെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ ഉന്നയിച്ച കാര്യങ്ങളിൽ വികസനകാര്യ ചെയർപേഴ്സൺ മറുപടി നൽകും. പക്ഷേ ഒരു കാര്യം, രാഷ്ട്രീയ വിമർശനം നിങ്ങൾക്ക് എല്ലാവർക്കും ആകാം, എന്തും പറയാം.
തിരിച്ചു കേൾക്കുമ്പോൾ മാത്രം അസഹിഷ്ണുത കാണിക്കുന്ന രീതിയും ശരിയല്ല. അതാണ് ജനാധിപത്യത്തിന് അപമാനം, ജനാധിപത്യപരമല്ല എന്ന് ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട മേയർ ഈ പദ്ധതി അംഗീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി രേഖ ഇപ്പൊ തയ്യാറാക്കിയിട്ടുള്ള കരട് പദ്ധതികളെല്ലാം തന്നെ അംഗീകരിക്കാനുള്ള നടപടികളിലേക്ക് അങ്ങ് കടക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.